ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 6ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രമാണ്. ഭാഗം 2 ടെക്സ്റ്റ് ബുക്ക്. അടിസ്ഥാന ശാസ്ത്രം ബേസിക് സയൻസ് ആണ്. 6ാം ക്ലാസ്സിലെയാണ് രണ്ടാമത്തെ ഭാഗം കേട്ടോ. അതിൽ 7ാമത്തെ ചാപ്റ്റർ മാറ്റങ്ങളുടെ ലോകം. മാറ്റങ്ങളുടെ ലോകം എന്ന പാഠത്തിലെ മുഴുവൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ എല്ലാം നമ്മൾ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു മാറ്റങ്ങളുടെ ലോകം എന്ന പാഠം നമ്മൾ 3 ക്ലാസ്സുകളായിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇത് പാർട്ട് 1 ക്ലാസ് ആണ്. ശേഷം പാർട്ട് 2, പാർട്ട് 3 അങ്ങനെ 3 ക്ലാസ്സുകളിലായിട്ടാണ് മുഴുവൻ പാഠവും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. കുറച്ച് വലിയ ചാപ്റ്റർ ആണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ 7 മാറ്റങ്ങളുടെ ലോകം. ആദ്യം തന്നെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഇതുപോലുള്ള ഒരു മുട്ടയാണോ ഞാനായി മാറിയത് എന്നൊരു കോഴിക്കുഞ്ഞ് ചോദിക്കുകയാണ് അല്ലേ. ചിത്രം ശ്രദ്ധിച്ചില്ലേ? എന്തു ഭംഗിയുള്ള കോഴിക്കുഞ്ഞ്. എങ്ങനെയാണ് ഈ കോഴിക്കുഞ്ഞ് പുറത്തേക്ക് വന്നതെന്ന് നിങ്ങൾക്കറിയാമോ? മുട്ട വിരിഞ്ഞല്ലേ ഈ കുഞ്ഞു കോഴി പുറത്തേക്ക് വന്നത്. മുട്ട വിരിഞ്ഞ് കോഴിക്കുഞ്ഞായി മാറണമെങ്കിൽ മുട്ടയ്ക്കുള്ളിൽ ധാരാളം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവണമല്ലോ. അതെ അല്ലേ, മുട്ടയ്ക്കുള്ളിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ട് തന്നെയായിരിക്കും അത് പൊട്ടിയിട്ട് പുറത്ത് വന്ന ഒരു കോഴിക്കുഞ്ഞായിട്ട് അത് മാറിയിട്ടുണ്ടാവുക. എന്തൊക്കെ മാറ്റമാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കണം. അതേപോലെ തന്നെയാണ് പല വസ്തുക്കളും. നമുക്ക് നോക്കാം. ചുവടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഓരോ ജോഡിയിലും നിങ്ങൾ കാണുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ശർക്കര പൊടിയുന്നു, പയർവിത്ത് മുളയ്ക്കുന്നു, മേഘം മഴയായി പെയ്യുന്നു. നിങ്ങളുടെ ചുറ്റുപാടും നിരീക്ഷിച്ച് ഇതുപോലുള്ള മാറ്റങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. മാങ്ങ പഴുക്കുന്നു അല്ലേ, വെള്ളം തിളയ്ക്കുന്നു, ഐസ് ഉരുകുന്നു, പഴങ്ങൾ ചീഞ്ഞു പോകുന്നു, വിറക് കത്തുന്നു. ഇതൊരു മാറ്റങ്ങളാണ്. ഇനി മാറ്റങ്ങൾ പലവിധം. മെഴുക്, പേപ്പർ എന്നിവ കൊണ്ടുണ്ടാക്കിയ ചില കരകൗശല വസ്തുക്കൾ നിരീക്ഷിക്കൂ. അതാണ് തന്നിരിക്കുന്നത് ആ ചിത്രത്തിൽ. ഇത്തരം കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ചെയ്തു നോക്കിയാലോ. ആവശ്യമായ സാമഗ്രികൾ: കളർ ക്ലേ, കളർ പേപ്പർ, ചാർട്ട് പേപ്പർ, മുത്തുകൾ, കത്രിക, സ്കെച്ച് പേന. നൽകിയിരിക്കുന്ന സാമഗ്രികൾ ഉപയോഗിച്ച് ചിത്രത്തിൽ കാണുന്ന രൂപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കൂ. നിങ്ങൾ ഉണ്ടാക്കിയ കരകൗശല വസ്തുക്കൾ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ. നിങ്ങൾ ഉപയോഗിച്ച ഓരോ വസ്തുവിനും എന്ത് മാറ്റമാണ് ഉണ്ടായത്? നമ്മൾ കളർ ക്ലേ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ രൂപത്തിന് മാറ്റം വരും. കളർ പേപ്പർ ആണെങ്കിലോ പേപ്പറിൻ്റെ ആകൃതിയിലും വലുപ്പത്തിലും മാറ്റം വരുന്നു. ചാർട്ട് പേപ്പർ ആണെങ്കിൽ പേപ്പറിൻ്റെ ആകൃതിയിലും വലുപ്പത്തിലും മാറ്റം വരുന്നു. കളർ ക്ലേ എന്ന പദാർത്ഥത്തിനാണോ അതിൻ്റെ രൂപത്തിനാണോ മാറ്റം വന്നത്? രൂപത്തിനാണ് മാറ്റം വന്നത് കേട്ടോ. അടുത്തത്, ഇതുപോലെ ചാർട്ട് പേപ്പറും കളർ പേപ്പറും ഉപയോഗിച്ച് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കിയപ്പോഴോ ഓരോ സന്ദർഭത്തിലും പദാർത്ഥത്തിന് മാറ്റം ഉണ്ടാകുന്നുണ്ടോ? ചർച്ച ചെയ്യൂ. ഓരോ സന്ദർഭത്തിലും നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തു തന്നെയല്ലേ വ്യത്യസ്ത ആകൃതിയിലേക്ക് മാറിയത്? അതെ. ഇനി അടുത്തത് രൂപമാറ്റം എന്നുള്ള ടോപ്പിക്കാണ്. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ പരിശോധിക്കൂ. ഓരോ സന്ദർഭത്തിലും വസ്തുവിന് എന്തു മാറ്റമാണ് സംഭവിക്കുന്നത്? അപ്പോൾ ഈ തണ്ണിമത്തൻ, അതുപോലെ വിറക്, ഒരു കുപ്പി, പൈപ്പ്, ഇതൊക്കെ എന്താണ് ഇതിലൊക്കെ മാറ്റം വന്നതെന്നാണ്. രൂപമാറ്റം സംഭവിച്ചിട്ടുണ്ട് അല്ലേ. ചിത്രത്തിൽ കാണുന്ന മാറ്റങ്ങളെല്ലാം ഒരുപോലെയാണോ? ഇതിപ്പോൾ കാണുന്നതെല്ലാം ഒരുപോലെ തന്നെയാണ്. ഇതിനെയാണ് അവസ്ഥാമാറ്റമെന്ന് പറയുക. അവസ്ഥാമാറ്റം രൂപമാറ്റം കേട്ടോ, അവസ്ഥാമാറ്റമല്ല രൂപമാറ്റമാണ് നമ്മളവിടെ കണ്ടത്. ഇനി അവസ്ഥാമാറ്റം. ജലത്തിൻ്റെ അവസ്ഥാമാറ്റങ്ങൾ മുൻ ക്ലാസ്സിൽ പഠിച്ചത് ഓർമ്മയില്ലേ? എഴുതി നോക്കൂ. പ്രകൃതിയും മറ്റു ജീവജാലങ്ങളും ജലത്തിൻ്റെ അവസ്ഥാമാറ്റം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ എഴുതൂ. അപ്പോൾ മഴ ഉണ്ടാകുന്നത് ഒരു മാറ്റമാണ്. മഞ്ഞുരുകി വെള്ളമാകുന്നത്, സസ്യങ്ങൾ വേരിലൂടെ ജലം വലിച്ചെടുക്കുന്നത്, ഐസ്ക്രീം ഉരുകുന്നത്, ഐസ് ഉരുകുന്നതെല്ലാം അവസ്ഥാമാറ്റമാണ്. ജലത്തിന് അവസ്ഥാമാറ്റം ഉണ്ടാകുമ്പോൾ ജലമെന്ന പദാർത്ഥത്തിന് മാറ്റം ഉണ്ടാകുന്നുണ്ടോ? ചർച്ച ചെയ്യൂ. ഐസും നീരാവിയും ജലത്തിൻ്റെ 2 അവസ്ഥകൾ തന്നെയല്ലേ? ചിത്രീകരണം പൂർത്തിയാക്കൂ. അപ്പോൾ ജലത്തിൻ്റെ അവസ്ഥാമാറ്റം ഉണ്ടാകുമ്പോൾ ജലമെന്ന പദാർത്ഥത്തിന് മാറ്റം ഉണ്ടാകുന്നുണ്ട് അല്ലേ. അതിൻ്റെ ഐസും നീരാവിയും ഒക്കെ അവസ്ഥകളാണ്, 2 അവസ്ഥകളാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ചിത്രം ഒന്ന് നോക്കാം. ജലത്തിന് അവസ്ഥാമാറ്റം ഉണ്ടാകുമ്പോൾ ജലമെന്ന പദാർത്ഥത്തിന് മാറ്റം ഉണ്ടാകുന്നില്ല. ജലത്തിന് അവസ്ഥാമാറ്റം ഉണ്ടാകുമ്പോൾ ജലമെന്ന പദാർത്ഥത്തിന് മാറ്റം ഉണ്ടാകുന്നില്ല. ഐസും നീരാവിയും ജലത്തിൻ്റെ 2 അവസ്ഥകൾ തന്നെയാണ്. നെക്സ്റ്റ് വരുന്നത് ഖരം, ദ്രാവകം, വാതകം. ഖരം എന്ന് പറയുന്ന ഐസാണ്. ദ്രാവകം, വാതകം എന്ന് പറയുന്നത് നീരാവി. ജലം തണുപ്പിക്കുമ്പോൾ ഐസായിട്ടും ജലം ചൂടാക്കുമ്പോൾ നീരാവിയായിട്ടും മാറുന്നു. ആകൃതി, വലുപ്പം, അവസ്ഥ എന്നിവ പദാർത്ഥങ്ങളുടെ ഭൗതിക ഗുണങ്ങളാണ്.
നാം മുൻപ് ചർച്ച ചെയ്ത സന്ദർഭങ്ങൾ നോക്കൂ. ക്ലേ ഉപയോഗിച്ച് വിവിധ രൂപങ്ങൾ ഉണ്ടാക്കുന്നു. തടി ഉപയോഗിച്ച് കസേര ഉണ്ടാക്കുന്നു. തണ്ണിമത്തൻ കഷ്ണങ്ങളാക്കുന്നു. ജലം ഐസാക്കുന്നു. പ്ലാസ്റ്റിക് പൈപ്പ് ചൂടാക്കി വലുതാക്കുന്നു. ഈ സന്ദർഭങ്ങളിലെല്ലാം പദാർത്ഥത്തിന്റെ ഭൗതിക സ്വഭാവങ്ങളിലല്ലേ മാറ്റമുണ്ടായത്? പുതിയ പദാർത്ഥം ഉണ്ടായോ? ഇല്ല, പുതിയ പദാർത്ഥമല്ല ഉണ്ടായത്. അതിന്റെ ഭൗതിക സ്വഭാവം, ഫിസിക്കൽ അപ്പിയറൻസ് മാറിയല്ലേ. ഭൗതിക സ്വഭാവങ്ങളിൽ മാറ്റം വരുന്നതും എന്നാൽ പദാർത്ഥത്തിന് മാറ്റം വരാത്തതുമായ സന്ദർഭങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. മെഴുക് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. മെഴുക് ഉരുകുമ്പോഴാണ് നമുക്ക് നോക്കാം. മെഴുകുതിരി ഖരവസ്തുവാണല്ലോ. ഒരു മെഴുകുതിരി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചു. ഇപ്പോൾ മെഴുകിന് എന്ത് മാറ്റമാണ് ഉണ്ടായത്? മെഴുകിന്റെ അവസ്ഥയ്ക്കൊന്നും മാറ്റം, അതായത് മെഴുക് ഉരുകിയിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല, അതിന്റെ ആ രൂപം ഒന്ന് മാറി. മെഴുക് ഇപ്പോഴും അതേ അവസ്ഥയിൽ തന്നെയല്ലേ? അതെ, ഖരാവസ്ഥയിൽ തന്നെയാണല്ലോ. സ്പൂണിൽ ചെറിയൊരു കഷ്ണം മെഴുകെടുത്ത് ചൂടാക്കൂ. മെഴുകിന്റെ അവസ്ഥയ്ക്ക് എന്ത് മാറ്റമാണ് ഉണ്ടായത്? ഉരുകിയ മെഴുക് അല്പനേരം തണുക്കാൻ അനുവദിക്കൂ. ഇപ്പോൾ അവസ്ഥയ്ക്ക് എന്താണ് മാറ്റമുണ്ടായത്? ഖരാവസ്ഥയിലുള്ള മെഴുകും ഉരുകിയ മെഴുകും ഒരേ പദാർത്ഥമല്ലേ? ഇവിടെ മെഴുകിനുണ്ടായ മാറ്റത്തിൽ പുതിയ പദാർത്ഥം ഉണ്ടായോ? തണുത്തപ്പോൾ പുതിയ പദാർത്ഥമായി മാറിയോ? നോക്കാം അല്ലെ. ആദ്യം മെഴുക് നമ്മൾ മുറുക്കിയാണ്. അപ്പൊ അതിനെന്താ മാറ്റം? ഭൗതിക മാറ്റം ഉണ്ടായി, ഷേപ്പ് ഒന്ന് മാറി. പക്ഷെ അവസ്ഥയോ? നോക്കാം. മെഴുക് ചൂടാക്കുമ്പോഴും ഭൗതിക മാറ്റമാണ്, ഉരുകിയ മെഴുക് തണുപ്പിക്കുമ്പോഴും ഭൗതിക മാറ്റം തന്നെയാണ്. ഇനി നമുക്ക് മെഴുക് മുറിക്കുന്നു, അതിന്റെ അവസ്ഥ ഖരാവസ്ഥയാണ്. ചൂടാക്കുമ്പോൾ ദ്രാവകമായി മാറുന്നു, വീണ്ടും തണുപ്പിക്കുമ്പോൾ വീണ്ടും ഖരാവസ്ഥ കേട്ടോ. സ്പൂണിലെ മെഴുക് കൂടുതൽ സമയം ചൂടാക്കൂ. ഇപ്പോൾ മെഴുക് അവിടെ കാണുന്നുണ്ടോ? കൂടുതൽ സമയം ചൂടാക്കി കഴിഞ്ഞാൽ അത് കാണില്ല. അതെന്തായി മാറും? അത് വാതകമായിട്ട് മാറും കേട്ടോ. അത് അവിടെ എഴുതിയിട്ടില്ല, പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കുക. കൂടുതൽ സമയം ചൂടാക്കി കഴിഞ്ഞാൽ അതിനെ പിന്നെ കാണില്ല. അത് ഏത് അവസ്ഥയിലേക്ക് മാറും? വാതകാവസ്ഥയിലേക്ക് മാറുക ഇല്ല എന്ന് എഴുതുക. അത് വാതകമായിട്ട് മാറും. എഴുതാൻ കുറച്ച് പാടാണ് ഇതിൽ, അതുകൊണ്ടാണ് പറയുന്നത്. കാണില്ല, വാതകമായിട്ട് പോയാ. മെഴുക് എവിടെ പോയി? മെഴുക് ചൂടാക്കുമ്പോൾ നടന്ന അവസ്ഥാമാറ്റങ്ങൾ എന്താണെന്ന് ചർച്ച ചെയ്തെഴുതൂ. മെഴുക് ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥാമാറ്റങ്ങൾ നിരീക്ഷിക്കാൻ മറ്റൊരു പരീക്ഷണം ചെയ്തു നോക്കിയാലോ? ആവശ്യമായ സാമഗ്രികൾ മെഴുക്, ബോയിലിംഗ് ട്യൂബ്, ടെസ്റ്റ് ട്യൂബ് ഹോൾഡർ, കോട്ടൺ, ലാമ്പ് ഇത്രയും എടുത്തിട്ട് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ചിത്രത്തിൽ കാണുന്നത് പോലെ ബോയിലിംഗ് ട്യൂബിൽ മെഴുക് കഷ്ണം എടുത്ത് ലാമ്പ് ഉപയോഗിച്ച് ചൂടാക്കുക. ബോയിലിംഗ് ട്യൂബിന്റെ വായുഭാഗം കോട്ടൺ ഉപയോഗിച്ച് അടയ്ക്കണം. ഈ പരീക്ഷണത്തിൽ മെഴുകിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് നിരീക്ഷിക്കൂ. ഉരുകിയ മെഴുക് വീണ്ടും ചൂടാക്കൂ. എന്തു സംഭവിക്കുന്നു? ബോയിലിംഗ് ട്യൂബ് ലാമ്പിൽ നിന്ന് മാറ്റി അല്പനേരത്തിന് ശേഷം നിരീക്ഷിക്കൂ. ഇപ്പോൾ എന്താണ് ബോയിലിംഗ് ട്യൂബിനുള്ളിൽ കാണാൻ സാധിക്കുന്നത്? ബോയിലിംഗ് ട്യൂബിലെ കോട്ടൺ എടുത്ത് നിരീക്ഷിക്കൂ. കോട്ടണിലും ബോയിലിംഗ് ട്യൂബിന്റെ മുകൾ ഭാഗത്തും മെഴുകിന്റെ അംശം കാണുന്നില്ലേ? വശങ്ങളും നിരീക്ഷിച്ചു. എന്താണ് ഇതിന് കാരണം? ഓരോ സന്ദർഭത്തിലും ഉണ്ടായ മാറ്റം താഴെ കൊടുത്തിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്ത് നിഗമനം രൂപീകരിക്കൂ. ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തൂ. അപ്പൊ ഇവിടെ സൂചകങ്ങൾ, നിങ്ങൾ നടത്തിയ പരീക്ഷണത്തിൽ ചൂടാക്കുന്നതിന് മുമ്പ് മെഴുക് ഏത് അവസ്ഥയിലായിരുന്നു? ഖരാവസ്ഥ. ചൂടാക്കിയപ്പോൾ അവസ്ഥയിൽ വന്ന മാറ്റം എന്താണ്? ദ്രാവകം. കൂടുതൽ ചൂടാക്കിയപ്പോൾ ഏത് അവസ്ഥയിലേക്ക് മാറി? വാതകം. തണുത്തപ്പോൾ മെഴുക് ബാഷ്പം ഏത് അവസ്ഥയിലായി? ദ്രാവകം. അവസ്ഥയിൽ മാറ്റം വന്നപ്പോൾ മെഴുക് പുതിയ പദാർത്ഥമായി മാറിയോ? ഇല്ല. മെഴുകിനുണ്ടായ മാറ്റം സ്ഥിരമാണോ താൽക്കാലികമാണോ? താൽക്കാലികം. മെഴുകിനുണ്ടായ മാറ്റം ചിത്രീകരിക്കുന്നത് നോക്കൂ. വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കൂ. കണ്ടല്ലോ, ആദ്യം നമ്മൾ മെഴുക് കട്ട എടുത്തു, അതിനെ ചൂടാക്കുന്നു. ചൂടാക്കി കഴിയുമ്പോൾ അത് താപോർജ്ജമാണ് സ്വീകരിക്കുന്നത്. ഉരുകിയ മെഴുകുരുകും, ദ്രാവകാവസ്ഥയിലേക്ക് മാറും. ദ്രാവകത്തിനെ വീണ്ടും ചൂടാക്കുന്നു. അപ്പം എന്ത് സംഭവിക്കും? ഉരുകിയ മെഴുക് ബാഷ്പാവസ്ഥയിലേക്ക് മാറും. നെക്സ്റ്റ് അത് തണുക്കുന്നു. തണുക്കുമ്പോൾ താപോർജ്ജം അത് പുറത്തുവിടും. ബാഷ്പാവസ്ഥയിലെ മെഴുക് ദ്രാവകാവസ്ഥയിലേക്ക് മാറും. വീണ്ടും അത് മെഴുക് കട്ടയായിട്ട് മാറും. ഓക്കെ, തണുപ്പിക്കുമ്പോഴാണ് കേട്ടോ മെഴുക് കട്ടയാവുക. ഇവിടെ തണുപ്പിക്കുന്നുണ്ട്. ഇവിടെ താപോർജ്ജം പുറത്ത് വിടുകയാണ് ചെയ്യുക കേട്ടോ. ഇവിടെ എഴുതണം താപോർജ്ജം പുറത്ത് വിടുന്നു എന്ന് എഴുതുക കേട്ടോ. ഇവിടെ
താപോർജ്ജം സ്വീകരിക്കുക തന്നെയാണ് ചെയ്യുക. അതൊന്ന് എഴുതിയാൽ മതി നിങ്ങൾ. മെഴുകിന് താപോർജ്ജം ലഭിച്ചപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് ചർച്ച ചെയ്ത് ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തു. മെഴുകിന്റെ അവസ്ഥാമാറ്റം ചിത്രീകരിച്ചതുപോലെ താപം സ്വീകരിക്കുമ്പോഴും പുറത്ത് വീഴ്പ്പെടുമ്പോഴും ഐസിനുണ്ടാകുന്ന അവസ്ഥാമാറ്റങ്ങൾ നിങ്ങളോട് ചിത്രീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഐസിനുണ്ടാകുന്ന മാറ്റം താൽക്കാലികമാണോ സ്ഥിരമാണോ? ഐസിന് അവസ്ഥാമാറ്റം ഉണ്ടാകുമ്പോൾ പുതിയ പദാർത്ഥം ഉണ്ടാകുന്നുണ്ടോ? അത് നിങ്ങളൊന്ന് എഴുതുക കേട്ടോ. അവസ്ഥാമാറ്റം ഉണ്ടാകുന്നുണ്ട്. കാരണം എന്താണ്? ഖരാവസ്ഥ ദ്രാവകാവസ്ഥയിലേക്കും ദ്രാവകം വാതകത്തിലേക്കും മാറുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് അതും എഴുതേണ്ടത് കേട്ടോ. അടുത്തത്, നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന നെയ്യും വെളിച്ചെണ്ണയും മറ്റും കട്ടിയാവാറുള്ളത് ശ്രദ്ധിച്ചിട്ടില്ലേ? ഇവ കട്ടിയാകുന്നത് ഏത് കാലാവസ്ഥയിലാണ്? ഈ മാറ്റങ്ങൾ താൽക്കാലികമാണോ സ്ഥിരമാണോ? ഇവയിൽ നിന്ന് പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ചർച്ച ചെയ്യൂ. പദാർത്ഥങ്ങളുടെ വലിപ്പം, ആകൃതി, അവസ്ഥ തുടങ്ങിയ ഭൗതിക സ്വഭാവങ്ങളിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചല്ലേ നാം ഇതുവരെ ചർച്ച ചെയ്തത്? ഇത്തരം മാറ്റങ്ങളാണ് ഭൗതിക മാറ്റങ്ങൾ. കണ്ടല്ലോ. അപ്പൊ എന്താ ഭൗതിക മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ? പദാർത്ഥങ്ങളുടെ വലിപ്പം, ആകൃതി, അവസ്ഥ, ഈ മൂന്നിലും മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ പറയുന്ന പേരെന്താണ്? ഭൗതിക മാറ്റങ്ങൾ എന്നാണ്. ഭൗതിക മാറ്റങ്ങൾ വഴി പുതിയ പദാർത്ഥം ഉണ്ടാകുന്നില്ല. അത് അടുത്ത ഒരു പോയിന്റ് ആണ് കേട്ടോ. പുതിയ പദാർത്ഥം ഉണ്ടാകുന്നില്ല. അതിന് ഉദാഹരണമാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞ സാധനങ്ങളെല്ലാം. ഇനി എന്താണ് ഭൗതിക മാറ്റം എന്നതിന്റെ ഡെഫിനിഷൻ നോക്കാം. പദാർത്ഥങ്ങളുടെ വലുപ്പം, ആകൃതി, അവസ്ഥ തുടങ്ങിയ ഭൗതിക സ്വഭാവങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ് ഭൗതിക മാറ്റം. വികസിക്കുന്നതും ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതും ഭൗതിക മാറ്റങ്ങളാണ്. ഇവ മൂലം പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല. ചില ഭൗതിക മാറ്റങ്ങൾ നടക്കുമ്പോൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നു. ഭൗതിക മാറ്റങ്ങൾ താൽക്കാലിക മാറ്റങ്ങളാണ്. ഇത് പഠിച്ചു വെക്കുക. ഇനി ഭൗതിക മാറ്റം നിത്യജീവിതത്തിൽ. വീട്ടിലെ പൊട്ടിയതും ഉപയോഗശൂന്യവുമായ പ്ലാസ്റ്റിക് വസ്തുക്കൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കുന്നു, ഹരിത കർമ്മസേനയ്ക്ക് നൽകുന്നു, പുനർനിർമ്മിക്കുന്നു. ഈ വസ്തുക്കളെ പുനർനിർമ്മിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് പറ്റും. ഭൗതികാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഉപയോഗപ്പെടുത്തി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനാകുമോ? പുനർനിർമ്മാണത്തിന് അവസ്ഥാമാറ്റം പ്രയോജനപ്പെടുത്തുന്നത് എങ്ങനെയാണ്? നമ്മൾ അതാണ് ഈ നോക്കാൻ പോകുന്നത്. പുനർനിർമ്മാണം, റീസൈക്ലിംഗ്. ഈ പ്ലാസ്റ്റിക് ഒക്കെ വലിച്ചെറിയുന്നതിന് ഈ നമ്മളുടെ വീടുകളിലെല്ലാം ആക്രിക്കാരൊക്കെ വന്നിട്ട് പ്ലാസ്റ്റിക് ഒക്കെ എടുക്കുന്നവർ വന്ന് പ്ലാസ്റ്റിക് കൊണ്ടുപോകുമല്ലോ. അതായത് ഹരിതകർമ്മസേന അല്ലാണ്ട് അവർ വന്നാലും പ്ലാസ്റ്റിക് എടുക്കുന്ന ആളുകൾ വന്നാലും അവരിത് കൊണ്ടുപോയിട്ട് വീണ്ടും അതിനെ എന്ത് ചെയ്യുന്നു? പുനർനിർമ്മിക്കുകയാണ് ചെയ്യുക. അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കവറുകൾ, മറ്റ് പ്ലാസ്റ്റിക് വസ്തുക്കൾ എന്നിവ വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇവയിൽ പലതും നമുക്ക് പുതിയ വസ്തുക്കളാക്കി പുനർനിർമ്മിക്കാൻ കഴിയും. ഇരുമ്പ്, പിച്ചള, അലുമിനിയം തുടങ്ങിയ ലോഹങ്ങളും ഇത്തരത്തിൽ പുനർനിർമ്മിക്കാവുന്നതാണ്. ഓക്കെ, ഉണ്ടല്ലോ. ആ ഒരു വേസ്റ്റ് പ്ലാസ്റ്റിക്കിൽ നിന്നാണ് നല്ല ബക്കറ്റും ആ ഒരു പാത്രമെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടോ? ഇതുപോലെ തന്നെ പാത്രങ്ങളും കണ്ടല്ലോ, പേപ്പർ, ഇതെല്ലാം നമുക്ക് വീണ്ടും ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഇതിന് പുനരുപയോഗമുണ്ട്. ഉപയോഗശൂന്യമായ പല വസ്തുക്കളും മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? പുനരുപയോഗമാണ് കേട്ടോ. നിങ്ങൾക്കും പാഴ്വസ്തുക്കളെ ഇത്തരത്തിൽ വിവിധ രീതിയിൽ ഉപയോഗപ്പെടുത്താം. ചില ഉദാഹരണങ്ങൾ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. ഇതുണ്ടോ? ടയറൊക്കെ എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടോ? ഇതുപോലെയൊക്കെ നമുക്കും ഉപയോഗിക്കാവുന്നതാണ് പാഴ്വസ്തുക്കളെ. ഇനി നമുക്ക് അങ്ങനെ പ്രകൃതിയെ സംരക്ഷിക്കാം. പ്ലാസ്റ്റിക് കത്തുമ്പോൾ ജീവജാലങ്ങൾക്ക് ഹാനികരമാകുന്ന വിഷവാതകങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്ലാസ്റ്റിക് വലിച്ചെറിയാതെയും കത്തിക്കാതെയും പുനരുപയോഗത്തിനും പുനർനിർമ്മാണത്തിനും നൽകുന്നത് പ്രകൃതി സംരക്ഷണ പ്രവർത്തനമാണ്. ഭൗതിക മാറ്റങ്ങൾ ശരിയായി ഉപയോഗപ്പെടുത്തി പ്രകൃതിയെ സംരക്ഷിക്കൂ. മെഴുക്, ജലം, പ്ലാസ്റ്റിക് തുടങ്ങിയവയുടെ ഭൗതിക മാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്തല്ലോ. ജീവിത സന്ദർഭങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്ന ഭൗതിക മാറ്റങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. അരി പൊടിക്കുന്നത് ഒരു സന്ദർഭമാണ്. അപ്പം നമുക്ക് അരി മാറുന്നൊന്നുമില്ല, അതിൻ്റെ വലിപ്പം കുറയും, പൊടിയാകും. ഐസ് ഉരുകുന്നു, വെള്ളമായിട്ട് മാറുന്നു. ശർക്കര പൊടിക്കുന്നു, വലിപ്പം കുറയുന്നു, പൊടിയാവുന്നു. മരം മുറിക്കുന്നു, വലിപ്പം കുറയുന്നു, കഷ്ണങ്ങളാവുന്നു. കടലാസ് മുറിക്കുന്നു, വലിപ്പം കുറയുന്നു, കഷ്ണങ്ങളാകുന്നു. പൂർത്തീകരിച്ച പട്ടിക നിങ്ങളോട് ക്ലാസ്സിൽ അവതരിപ്പിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചുറ്റും നടക്കുന്ന എല്ലാ മാറ്റങ്ങളും ഭൗതിക മാറ്റങ്ങളാണോ? അല്ല. മാറ്റങ്ങൾ ഇങ്ങനെയും. പേപ്പർ, വിറക് എന്നിവ കത്തുന്നത് കണ്ടിട്ടില്ലേ? ഇവിടെ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? ഇവിടെ രാസമാറ്റമാണ് കേട്ടോ. ഭൗതിക മാറ്റവുമായിട്ട് താരതമ്യം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പേപ്പർ മുറിച്ച് പുതിയ രൂപങ്ങൾ ഉണ്ടാക്കിയപ്പോൾ പേപ്പർ കഷ്ണത്തിലെയും പേപ്പറിലെയും പദാർത്ഥങ്ങൾക്ക് മാറ്റം ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. എന്നാൽ പേപ്പർ കത്തിയ ശേഷം ലഭിച്ച പദാർത്ഥവും പേപ്പറും ഒരുപോലെയാണോ? കത്തിയപ്പോൾ ലഭിച്ച ചാരം പുതിയ പദാർത്ഥമല്ലേ? വിറക് കത്തുമ്പോഴോ പുതിയ പദാർത്ഥം കിട്ടും അല്ലേ?
അപ്പോൾ ഭൗതിക മാറ്റത്തിൽ ഒരിക്കലും ഒരു പുതിയ പദാർത്ഥം നമുക്ക് ലഭിക്കില്ല. പക്ഷേ ഇനി അടുത്ത പറയാൻ പോണ മാറ്റം രാസമാറ്റമാണ്. അത് സ്ഥിരമായിട്ടുള്ള മാറ്റമാണ്. ഒരിക്കൽ പേപ്പർ കത്തിച്ച് ചാരമായി കഴിഞ്ഞാൽ നമുക്ക് ആ ചാരത്തിന് വീണ്ടും പേപ്പറാക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള മാറ്റങ്ങളെല്ലാം രാസമാറ്റങ്ങളാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് രാസമാറ്റങ്ങളാണ് കേട്ടോ. അപ്പോൾ അതൊരു പരീക്ഷണം ഇവിടെ കാണിച്ചിട്ടുണ്ട്. പഞ്ചസാര, സ്പൂൺ, തീപ്പെട്ടി, മെഴുകുതിരി, ഈർക്കിൽ ലാമ്പ് എടുക്കുക. ഒരു സ്പൂണിൽ അല്പം പഞ്ചസാര എടുത്ത് ലാമ്പ് ഉപയോഗിച്ച് ചൂടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. പഞ്ചസാരയ്ക്ക് ഉണ്ടാകുന്ന മാറ്റം നിരീക്ഷിക്കൂ. ഉരുകിയ പഞ്ചസാര ഈർക്കിലിൽ എടുത്ത് രുചിച്ചു നോക്കൂ. വീണ്ടും ചൂടാക്കുമ്പോൾ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? പഞ്ചസാരയ്ക്ക് നിറം മാറ്റം സംഭവിക്കുന്നുണ്ടോ? തണുത്ത ശേഷം ഈ പദാർത്ഥത്തെ മറ്റൊരു ഈർക്കിലിൽ എടുത്ത് രുചിച്ചു നോക്കൂ. പൂർണ്ണമായും കറുത്ത നിറം ആകുന്നത് വരെ വീണ്ടും ചൂടാക്കൂ. തണുത്ത ശേഷം ഈ പദാർത്ഥത്തെ വീണ്ടും മറ്റൊരു ഈർക്കിലിൽ എടുത്ത് രുചിച്ചു നോക്കൂ. രുചിയിൽ മാറ്റമുണ്ടോ? ഇത് പുതിയ പദാർത്ഥമാണോ? നമുക്ക് നോക്കാം. ഓരോ സന്ദർഭത്തിലും പഞ്ചസാരയ്ക്കുണ്ടായ മാറ്റം പട്ടികപ്പെടുത്തണം. ആദ്യം അല്പം ചൂടാക്കിയപ്പോൾ നിറം മാറുന്നില്ല. അവസ്ഥ ഉരുകുന്നു. രുചി മധുരം തന്നെ. പുതിയ പദാർത്ഥം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. ഉരുകിയ പഞ്ചസാര വീണ്ടും ചൂടാക്കിയപ്പോൾ തവിട്ട് നിറമായിട്ട് മാറും. അവസ്ഥ ദ്രാവകം. രുചി കയ്പ്. പുതിയ പദാർത്ഥം ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടാകുന്നു. കൂടുതൽ സമയം ചൂടാക്കിയപ്പോൾ കറുപ്പ് നിറം അല്ലെങ്കിൽ കരിയാവും. രുചിയില്ല അല്ലെങ്കിൽ കയ്പായിരിക്കും. പുതിയ പദാർത്ഥം ഉണ്ടാകുന്നു. ഇവിടെ ഉണ്ടായ മാറ്റങ്ങളും പദാർത്ഥങ്ങളുടെ സവിശേഷതകളും വിശകലനം ചെയ്യൂ. അവസാനം ലഭിച്ച കറുത്ത പദാർത്ഥമായ കരിയും പഞ്ചസാരയും ഒന്നാണോ? രുചിയിലുള്ള മാറ്റത്തിന് കാരണം എന്താണ്? അപ്പോൾ അവസാനം ലഭിച്ചത് ഒന്നല്ല, പഞ്ചസാര മാറി അല്ലേ? അപ്പോൾ രുചിയിലും മാറ്റം വന്നു. പുതിയ പദാർത്ഥമാണ് അവിടെ ലഭിച്ചത്. അപ്പോൾ ലഭിച്ച പദാർത്ഥം വീണ്ടും തണുപ്പിച്ച് നോക്കൂ. പുതിയ പദാർത്ഥം വീണ്ടും പഞ്ചസാരയായി മാറുമോ? ഇല്ല. ഈ മാറ്റത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? ഇത് രാസമാറ്റമാണ് കേട്ടോ. അതിന് വേറൊരു പരീക്ഷണം കൂടി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. തീപ്പെട്ടി, മഗ്നീഷ്യം റിബൺ, സാൻഡ് പേപ്പർ വെച്ചിട്ടാണത്. സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഉരച്ച് വൃത്തിയാക്കിയ മഗ്നീഷ്യം റിബൺ തീപ്പെട്ടി ഉപയോഗിച്ച് ടീച്ചറുടെ സഹായത്തോടെ കത്തിക്കൂ. എന്തൊക്കെയാണ് കാണാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ കാണാം. നിങ്ങൾ ചെയ്ത 2 പരീക്ഷണങ്ങളിലും പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ലേ? ഇവയെ പഴയ പദാർത്ഥങ്ങളാക്കി മാറ്റാനാകുന്നില്ലല്ലോ. അതുകൊണ്ട് ഈ മാറ്റങ്ങൾ സ്ഥിരമാറ്റങ്ങളാണ്. ഇത്തരം മാറ്റങ്ങളാണ് രാസമാറ്റങ്ങൾ. രാസമാറ്റങ്ങൾ സംഭവിക്കുമ്പോഴും ഊർജം സ്വീകരിക്കുകയോ പുറന്തള്ളുകയോ ചെയ്യാറുണ്ട്. അപ്പോൾ രാസമാറ്റം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പദാർത്ഥത്തിനെ മാറ്റുമ്പോൾ പൂർണ്ണമായും അത് വേറൊരു പദാർത്ഥമായി മാറും. അതേപോലെ തന്നെ അതിനെ തിരിച്ച് നമുക്ക് വീണ്ടും പഴയ രൂപത്തിലേക്ക് ആക്കാൻ പറ്റില്ല. പുതിയ പദാർത്ഥം അവിടെ ലഭിക്കും. സ്ഥിരമാറ്റമാണ് കേട്ടോ. അപ്പോൾ രാസമാറ്റത്തിൻ്റെ ഡെഫിനിഷൻ പഠിക്കണം. രാസമാറ്റം ഉണ്ടാകുമ്പോൾ പദാർത്ഥത്തിൻ്റെ രാസഗുണങ്ങളിൽ മാറ്റം ഉണ്ടാകുകയും പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ഇത്തരം മാറ്റങ്ങൾ നടക്കുമ്പോൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നു. രാസമാറ്റങ്ങൾ സ്ഥിരമാറ്റങ്ങളാണ്. അപ്പോൾ നമുക്കിവിടെ മെഴുകു ചൂടാക്കുമ്പോഴും പഞ്ചസാര ചൂടാക്കിയപ്പോഴും ഒക്കെ കണ്ടല്ലോ. ഇനി ഭൗതിക മാറ്റവും രാസമാറ്റവും നമുക്കൊന്ന് എഴുതാം. ഭൗതിക മാറ്റം പദാർത്ഥത്തിൻ്റെ ഭൗതിക ഗുണങ്ങളിൽ മാറ്റം സംഭവിക്കുന്നു. പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല. മാറ്റം താൽക്കാലികമാണ്. പലപ്പോഴും പഴയ അവസ്ഥയിലേക്ക് മാറ്റാനാകും. മെഴുകുരുകുന്നത് എക്സാമ്പിളാണ് കേട്ടോ, ഉദാഹരണം. രാസമാറ്റം പദാർത്ഥത്തിൻ്റെ ഭൗതിക ഗുണങ്ങളിലും രാസഗുണങ്ങളിലും മാറ്റം സംഭവിക്കുന്നു. പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നു. മാറ്റം സ്ഥിരമാണ്. സാധാരണയായി പഴയ അവസ്ഥയിലേക്ക് മാറ്റാനാകില്ല. ഉദാഹരണത്തിന് പഞ്ചസാര കരിയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള ഈ പാഠത്തിൻ്റെ ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സുകളിലായിട്ടാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക, തുടർന്ന് വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.